ഇന്നേക്ക് 57 വർഷം 1969 ജൂലൈ 20 ആയിരുന്നു ലോക ചരിത്രത്തിലെ അവിസ്മരണീയമായ ആ സംഭവം. അപ്പോളോ 11 നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ മൂവർ സംഘം ചന്ദ്രനിൽ എത്തിയത്. ഇതിൽ നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയത്. അവർ ഇറങ്ങിയ സ്ഥലത്തിന് പ്രശാന്തിയുടെ സമുദ്രം എന്ന് പേരിട്ടു. ഇവിടെ ഭൂഗർഭത്തിൽ നിന്നുള്ള മനുഷ്യർ ചന്ദ്രനിൽ ആദ്യമായി കാൽക്കുത്തി. 1969 ജൂലൈ സമസ്ത മാനവർക്കുമായി സമാധാനപരമായി എത്തിച്ചേർന്നു എന്നെഴുതി മൂവരും ഒപ്പുവെച്ചു. ചന്ദ്രനിൽ നിന്നും പാറകഷ്ണങ്ങളും മറ്റും എടുത്താണ് അവർ തിരിച്ചു ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. നാസയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. മാനവരാശിക്ക് തന്നെ നാഴികക്കല്ലായ ഈ സംഭവം പുതുതലമുറയും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും 3,84,403 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 2025 ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റനും ടെസ്റ്റ് പൈലറ്റുമായ ശുഭാംശു ശുക്ല ഇന്റർനാഷണൽ സ്പേസിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന ബഹുമതി കരസ്ഥമാക്കിയിരിക്കുകയാണ്. ജൂൺ 25 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ശുഭാംശു യാത്ര പുറപ്പെട്ടത്. അങ്ങനെ ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന സ്ഥാനം കരസ്ഥമാക്കി. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച് വനിത എന്നതും ഇന്ത്യക്ക് അഭിമാനമാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതോടുകൂടി ചന്ദ്രനിൽ ഇറങ്ങിയ 4ാമത്തെ രാജ്യവും ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ 1ാമത്തെ രാജ്യം എന്ന സ്ഥാനം ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുകയാണല്ലോ. ഇതുപോലെ നമ്മൾക്കും പല നേട്ടങ്ങളും കൊയ്യാനില്ല. ചന്ദ്രന്റെ രഹസ്യമം തേടിയുള്ള യാത്രകൾ മനുഷ്യർ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഭൂമിയുടെ പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനിൽ എല്ലാവർക്കും ഒരു ദിവസം എത്തിച്ചേരാൻ കഴിയും എന്ന പ്രത്യാശയോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ചാന്ദ്രദിനാശംസകൾ. നന്ദി. മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണല്ലോ നാം ലോക ചാന്ദ്രദിനം ആചരിക്കുന്നത്. അതെ, ഇന്ന് ജൂലൈ 21 ലോക ചാന്ദ്രദിനം. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് ഞാനും അനിയത്തിയും നിങ്ങൾക്ക് മുൻപിൽ ഇതാ ഒരു കൊച്ചു ക്വിസ് അവതരിപ്പിക്കുന്നു. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം എന്താണ്? സെലനോളജി. ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കെ ശിവൻ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ ആരാണ്? ഋതു കരിതാൾ. നക്ഷത്രങ്ങളിലേക്കുള്ള പാത എന്ന പുസ്തകം രചിച്ചതാര്? യൂറി ഗഗാറിൻ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം എന്താണ്? മംഗൾയാൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ്? ശുഭാംശു ശുക്ല. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചിലവഴിച്ച വനിതയാര്? പെഗ്ഗി ഡിക്സൺ. ചാന്ദ്രയാൻ 2 പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? മുത്തയ്യ വനിത. അപ്പോളോ 11 ദൗത്യത്തിൽ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച ലൂണാർ മൊഡ്യൂളിന്റെ പേരെന്ത്? ഈഗിൾ. 50 വർഷങ്ങൾക്കു ശേഷം മനുഷ്യരെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസ ആരംഭിച്ച പദ്ധതി എന്താണ്? ആർട്ടിമിസ്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്ത്? ഗ്രിഗോറി. ഇത്രയും കുറച്ച് ചോദ്യങ്ങളുമായാണ് നമ്മളുടെ ഈ കൊച്ചു ജാലകം അവസാനിപ്പിക്കുന്നത്. താങ്ക് യു. ഈ ദിനം ആചരിക്കുന്നത് നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി. ചന്ദ്രദിനത്തിൽ ശാസ്ത്രത്തെയും ബഹിരാകാശ ഗവേഷണത്തെയും കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങൾ ലോകത്തിന്റെ പ്രശംസ നേടിയിട്ടുണ്ട്. വലിയ സ്വപ്നങ്ങൾ. നമസ്കാരം, എന്റെ പേര് പാർവ. ഇന്ന് ചാന്ദ്രദിനം. എല്ലാ വർഷവും ജൂലൈ 21 നാം എല്ലാവരും ചാന്ദ്രദിനം ആഘോഷിക്കുന്നു. മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ദിവസത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ഇത് സംഭവിച്ചത് 1969 അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത്. അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ വാക്കുകൾ: മനുഷ്യൻ ഒരു ചെറിയ ചുവടുവയ്പ്, മനുഷ്യ രാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം. ചാന്ദ്രദിനം നമ്മെ ബഹിരാകാശത്തെയും ശാസ്ത്രത്തെയും കുറിച്ച് പഠിപ്പിക്കുന്നു. 2023 ചന്ദ്രനിൽ ഇറങ്ങിയ ചന്ദ്രയാൻ 3 ഇന്ത്യ ചരിത്രം സൃഷ്ടിച്ചു. നമുക്ക് ഈ ദിനം അഭിമാനത്തോടെ ആഘോഷിക്കാം. നന്ദി.